ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഇവിടേക്ക് കെട്ടിയിരുന്നുള്ളി പോകണമെന്ന് വെച്ചാൽ തൈപ്പോയി അവിടേക്ക് പോകണം ഏടമുട്ടത്ത്. അപ്പോൾ ഈ പൊന്നൂസിനെ കൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ചുമയാണ്, അത് കാരണം അവർ രണ്ടുപേരും ഞങ്ങൾ കൊണ്ടുപോകണില്ല, അമ്മമ്മയുടെ കൂടെ ഇരിക്കാമെന്നാണ് പറയണേ. അപ്പോൾ വേഗം വരാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം. അപ്പോൾ പൊന്നൂസ് പറഞ്ഞ് വേഗം വരണം. അപ്പോൾ ഞങ്ങൾ ടൂ വീലറിലാണ് പോണത്. അപ്പോൾ ചിക്കൻ നോക്കണണ്ട, അവൾ എവിടെ പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളൊന്ന് എന്നെ കളിപ്പിക്കുന്ന പോലെ കാണിച്ചു, തൊട്ടില്ല കേട്ടോ, കാരണം പിന്നെ കൈ കഴുകാൻ പോകണ്ടേ. അപ്പോൾ അത് കാരണം തൊടാനൊന്നും പോയില്ല. അപ്പോൾ അപ്പൂസും പൊന്നൂസും വേറെ എന്തൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ഏട്ടൻ ആ ശരി മേടിക്കാമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഏട്ടൻ പറയുന്നുണ്ട് മാസ്ക് എടുത്തോ, നല്ല പൊടിയാണ്, കഫക്കെട്ടൊക്കെ വരും, പിന്നെ റോട്ടിലും പോകുമ്പോൾ നല്ല എന്താ പറയുക മഞ്ഞുണ്ട്, അപ്പോൾ മാസ്ക് എടുക്കണം കയ്യിൽ നിന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ പോകാനായിട്ട് അപ്പോൾ മാസ്ക് എടുത്ത് വെച്ചു. പിന്നെ അപ്പൂസിനും പൊന്നൂസിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടേ പോവാണ്. അവിടെ എന്താ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നതൊക്കെ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ വണ്ടിയിൽ പോയതായിട്ട് ഓർമ്മ വരുന്ന ടൂ വീലറിൽ പോയത്. പിന്നെ അവിടെ എത്തി, പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. കുറേ പരിചയക്കാരും ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് ഏട്ടൻ. അപ്പോൾ ഏട്ടൻ ഇവിടെയാണല്ലോ പഠിച്ചത്, അപ്പോൾ ഏട്ടൻ നാടുതാണ്. അപ്പോൾ ഇവിടെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്തി. അപ്പോഴേട്ടൻ പറയണത് 12:30 1 മണിക്കൊക്കെ അവിടെ എത്തുമ്പോൾ അപ്പോൾ എന്തായാലും അത്ര നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ നടന്നുട്ടാ. അപ്പോൾ 4 ആനയ്ക്ക് പൂരം നടക്കുന്നുണ്ട് അവിടെ. പിന്നെ വെടിക്കെട്ട് ഞങ്ങൾ വരുന്നേക്കാളും മുന്നേ തീർന്നു. പിന്നെ അമ്പലത്തിലും കുറേ എന്തോ ശീവേലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു നിന്നു. പിന്നെ നിറയെ ആൾക്കാരും ബഹളം ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പരതി നടക്കാതെ ഞാൻ ഏട്ടനെ കൂട്ടിയിട്ട് വെറുതെ ഒരു രസം അങ്ങനെ നടന്നു. അപ്പോൾ വെള്ളം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കരിക്കിൻ ഷേക്ക് വേണമെന്ന് പറഞ്ഞു. അവിടെ കരിക്കിൻ ഷേക്കിൻ്റെ ഷോപ്പ് ഞാൻ കണ്ടുട്ടാ. പിന്നെ ഈ ആനയുടെ അടുത്തേക്ക് ഞാൻ അധികം പോയില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. കാരണം അങ്ങോട്ട് അധികം പോയില്ല, എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ്. പേടി വരാനൊരു കാരണമുണ്ട്, പണ്ടൊന്നൊരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഷേക്കിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി ഷേക്ക് കുടിക്കാൻ പോകണം. അപ്പോൾ 2 ഷേക്ക് മേടിച്ചു, കരിക്കിൻ ഷേക്കാണ്. കുടിച്ച് നോക്കി, വലിയ ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഐസ്ക്രീം കൂടി ഇടണമായിരുന്നു, അന്നേരം ഇത്തിരി ടേസ്റ്റ് വരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അത് കുടിച്ചിടാം. അപ്പോൾ അതിൻ്റെ കുറച്ച് എത്തിയപ്പോൾ എനിക്കത് കിട്ടണില്ല. എന്താ വെച്ചാൽ അത് എന്തോ വലിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ അത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തത് എനിക്ക് ഓർമ്മ കേട്ടോ. ഏട്ടൻ മുഴുവനും അത് കുടിച്ചു. അപ്പോൾ ഞാൻ ഏട്ടൻ എന്ത് പണി കാണിച്ചത് ചേട്ടൻ നീ എന്നത് പറഞ്ഞ് കുടിച്ച് നോക്കാൻ പറഞ്ഞില്ലേ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു ഏട്ടൻ. അപ്പോൾ ഏട്ടൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ആൾ എന്താ വെച്ചാൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഈ കാവടികൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനാണ് നേരം വേഗം. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നത് കടന്ന് അപ്പുറത്തേക്ക് എത്താം, അപ്പുറത്തുണ്ട് വീട്. അപ്പോൾ എങ്ങനെയാണ് കിടക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ അപ്പുറത്തോടൊക്കെ ഷോർട്ട് കട്ട് വഴിയൊക്കെ പോയി. പിന്നെ അവിടെ എത്തി ഞങ്ങൾ എന്താ പറയുക ഏട്ടൻ്റെ പഴയ ഫ്രണ്ട് എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തുള്ള ഫ്രണ്ടല്ലേ, അങ്ങനെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ വർഷങ്ങളായിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് ആളിവിടെ ഇല്ല, അത് കാരണമാണ് കണ്ടിട്ടൊക്കെ. അപ്പോൾ ആൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങളിത് ഈ വഴിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ബ്ലോക്കായിട്ട് നമുക്കൊന്നും കിടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാവടികൾ വേറെ സ്ഥലത്തെ കാവടികളും ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഒരു സെറ്റൊന്നല്ല, ഒരു 3-4-5 ഭാഗത്തുനിന്ന് കാവടികളുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ വീട്ടിലെത്തി. കണ്ട വശം പിന്നെ ഭയങ്കര സംസാരമുണ്ട്, ഒരു വർഷമായിട്ട് കണ്ടിട്ട്. അപ്പോൾ പഴയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കുക, പണ്ടത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ട് ഞാനിങ്ങനെ രസിച്ചിരിക്കുന്നിട്ടാ പോസ്റ്റായിട്ട്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനമ്മ മരിച്ചു, ഏട്ടനൊരു ജോലിസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.